രാജ്യത്തെ നടുക്കി ആകാശ ദുരന്തം. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു മലയാളി ഉൾപ്പെടെ 241 പേർ മരണമടഞ്ഞു. അതോടൊപ്പം തന്നെ ഈ വിമാനം വന്നു പതിച്ച സ്ഥലത്തെ 5 മെഡിക്കൽ വിദ്യാർത്ഥികളും മരണമടഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതോടൊപ്പം അവിടെയുള്ള നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോഴും ചികിത്സയിലാണ് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഗൗതം, ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. വേണ്ട തുടർ നടപടികൾ എത്രയും വേഗം സ്വീകരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞു വെച്ചത്. എന്തായാലും പ്രധാനമായും 2 കാര്യങ്ങൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളത് കൃത്യമായി തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറി സാധ്യത ഇതിലുണ്ടോ എന്നുള്ള സംശയങ്ങൾ നിഴലിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് കൃത്യമായൊരു അന്വേഷണം. 2, ഈ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് അവരവരുടെ കുടുംബാംഗങ്ങളിലേക്ക് അല്ലെങ്കിൽ വീടുകളിലേക്ക് എത്തിക്കുക. അതിനു മുൻപ് DNA പരിശോധന അടക്കമുള്ളവ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇതെല്ലാം എങ്ങനെ ഏകോപിപ്പിക്കാനാണ് നിലവിൽ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്? രോഹിണി, ഇപ്പോൾ അഹമ്മദാബാദിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിന്റെ എല്ലാ രീതിയിലും ഈ ഏകോപന പ്രവർത്തനങ്ങൾ അദ്ദേഹം വിലയിരുത്തി. അതിനുശേഷമാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇതിൽ സമഗ്രമായ അന്വേഷണം നടക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറയുന്നു. ഒപ്പം അദ്ദേഹം ഇതൊരു വലിയ ദുഃഖത്തിന്റെ സമയമാണെന്നും അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സൈനികർ, അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ, അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥലത്ത് തന്നെയുണ്ട്. ഒപ്പം വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു ഉണ്ട്. അതുപോലെ തന്നെ വ്യോമയാന സഹമന്ത്രി മുരളീധരൻ മഹോൽ, അതോടൊപ്പം തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ആഭ്യന്തരമന്ത്രി ഹർഷ് സാംഗ്വി ഉൾപ്പെടെയുള്ളവരെല്ലാം അമിത്ഷായ്ക്കൊപ്പം തന്നെയുണ്ട്. അല്പസമയം മുമ്പ് ഒരു യോഗം, ഉന്നതതല യോഗം അഹമ്മദാബാദിൽ നടന്നിരുന്നു. അമിത്ഷാ വിളിച്ചു ചേർത്ത ഈ യോഗത്തിൽ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം പങ്കെടുത്തു. അതിനുശേഷമാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് അദ്ദേഹം ഈ ദുരന്തത്തെ സംബന്ധിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറിയോ അതല്ലെങ്കിൽ ഇതിന്റെ കാരണം എന്താണ് എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദികളായവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും. അതിനായി ഏതറ്റം വരെയും പോകും എന്നാണ് വ്യോമയാന മന്ത്രി ഇന്നിപ്പോൾ വൈകുന്നേരം ഈ സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം പ്രതികരിക്കവേ രാംമോഹൻ നായിഡു വ്യക്തമാക്കിയത്. അതിനാൽ സമഗ്രമായ ഒരു അന്വേഷണവും ഒപ്പം ഇത് ഏതെങ്കിലും രീതിയിലുള്ള തകരാറാണെങ്കിൽ അതിന് കാരണക്കാരായ ആളുകൾക്കെതിരെ കടുത്ത നടപടിയും ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ തിരയുന്ന പ്രവർത്തനങ്ങൾ ഈ സ്ഥലത്ത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 205 മൃതദേഹങ്ങൾ മാത്രമേ ഇതുവരെ ലഭ്യമായിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ വിമാനം പൂർണ്ണമായി തന്നെ കത്തി അമരുകയായതിനാൽ അതിനകത്ത് മൃതദേഹങ്ങൾ പൂർണ്ണമായി കത്തി നശിച്ച അവസ്ഥയിലൊക്കെയാണ്. അതിനാൽ നാളെ ഈ മരണപ്പെട്ടവരുടെ വീടുകളിലേക്ക് ഈ ഭൗതികദേഹം അയക്കുന്ന സമയത്തും അതിന് മുൻപ് DNA പരിശോധന തീർച്ചയായിട്ടും അനിവാര്യമാണ്. കാരണം ആരുടെയൊക്കെ മൃതദേഹങ്ങളാണിത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭ്യമാകണമെങ്കിൽ അത്തരം ശാസ്ത്രീയമായ പരിശോധനകൾ അനിവാര്യമാണ്. അതിനാൽ അത്തരം നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിച്ച ശേഷമാകും നാളെ മൃതദേഹങ്ങൾ ഓരോ ഈ മരണപ്പെട്ടവരുടെ വീടുകളിലേക്കും ഇത് കൊടുക്കുക. അതിന് വേണ്ട നടപടിക്രമങ്ങളാണ് ഇപ്പോൾ അഹമ്മദാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതിന്റെ ഏകോപനത്തിനായി IAS ഉദ്യോഗസ്ഥരുടെ ഒരു സംഘത്തെ നിയോഗിച്ചു. കേന്ദ്ര ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഈ സംഘം പ്രവർത്തിക്കുക. ഒപ്പം കേന്ദ്രമന്ത്രിമാർ പ്രത്യേകിച്ച് ഇതിന്റെ ഈ പുരോഗതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ വിലയിരുത്തും. രോഹിണി, ഗൗതം, അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി, ഈ വിമാന അപകടം സംഭവിച്ച അല്ലെങ്കിൽ ഇത് വന്ന് പതിച്ച സ്ഥലത്തെ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ, അവിടെ 5 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. അതോടൊപ്പം 7 വിദ്യാർത്ഥികൾക്ക് ഗുരുതര പരിക്ക് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അഹമ്മദാബാദ് പോലീസ് ഈ പരിക്കേറ്റവരുടെ ഒരു പട്ടിക പുറത്തിറക്കിയിരുന്നു. അവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി, ഈ പരിക്കേറ്റ ചില വിദ്യാർത്ഥികളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ചികിത്സയാണ് ഇപ്പോൾ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. മരണപ്പെട്ടത് ഈ ദുരിതമുണ്ടായ സ്ഥലത്ത് മരണപ്പെട്ടത് 5 വിദ്യാർത്ഥികളാണ്. ഈ 5 വിദ്യാർത്ഥികളും
ഈ മെസ്സിൽ ഭക്ഷണം കഴിക്കുന്നതിനായി എത്തിയതാണ്. ഈ അപകടം നടക്കുന്നത് ഉച്ച സമയത്തായതിനാൽ ഈ മെസ്സിൽ ധാരാളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ഈ ഡോക്ടറാകാൻ പഠിക്കുന്ന MBBSന് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലും അതിനോടൊപ്പമുള്ള മെസ്സുമാണ്. അതിൽ മെസ്സിൻ്റെയും ഹോസ്റ്റലിൻ്റെയും ഒരു ഭാഗം ഈ വിമാനം വന്ന് ഇടിച്ചു കയറിയതിനെ തുടർന്ന് പൂർണ്ണമായിട്ട് തന്നെ തകർന്നിരുന്നു. അതിനാൽ ഈ ഉച്ച സമയത്ത് ലഞ്ച് ബ്രേക്ക് ആയതിനാൽ ആ സമയം ഭക്ഷണം കഴിക്കുന്നതിനായി ധാരാളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അതിൽ 5 പേരാണ് ഈ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടത്. ബാക്കി 40ഓളം വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അഹമ്മദാബാദിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ ഉള്ളത്. അവരിൽ ഏതാണ്ട് 5ഓളം വിദ്യാർത്ഥികളുടെ നില ഗുരുതരമായി തുടരുന്നുണ്ട്. അവർക്ക് മികച്ച രീതിയിൽ അവരെ എത്രയും മികച്ച രീതിയിൽ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ പരിക്കേറ്റ വിദ്യാർത്ഥികളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശുപത്രിയിൽ എത്തി സന്ദർശിച്ചിരുന്നു. അദ്ദേഹം ഈ അപകടത്തിൽ പരിക്കേറ്റവരോട് സുഖവിവരങ്ങൾ കൃത്യമായി തന്നെ അവരുടെ ചികിത്സാ കാര്യങ്ങൾ ഇതെല്ലാം അദ്ദേഹം അന്വേഷിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിനെ ഉൾപ്പെടെ വിളിച്ച ഒരു ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്നത്. അതിനുശേഷമാണ് അദ്ദേഹം നേരത്തെ നമ്മൾ കണ്ടതുപോലെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം അതിനുശേഷമാണ് വന്നത്. എന്തായാലും നിലവിൽ ഇതൊരു വലിയ ദുരന്തമാണ്. 1996 ഇതിനു മുൻപ് വലിയൊരു വിമാന ദുരന്തം നമ്മുടെ രാജ്യത്ത്, അതായത് ഏറ്റവും അധികം ആളുകൾ കൊല്ലപ്പെടുന്ന വിമാന ദുരന്തം ഉണ്ടായത് 96 അന്ന് ഡൽഹിയിൽ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും വന്ന 2 വിമാനങ്ങൾ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് ഏതാണ്ട് 300-ന് മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ആകാശ ദുരന്തം എന്നത്. അതിനുശേഷവും പിന്നീട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2000 ബീഹാറിലെ പട്നയിലും 2010 കർണാടകത്തിലെ മംഗലാപുരത്തും 2020 ഓഗസ്റ്റ് മാസം 7-ാം തീയതി കേരളത്തിലെ കോഴിക്കോട് വിമാനത്താവളത്തിലും ഈ അപകടങ്ങൾ സംഭവിക്കുകയും മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം വലിയൊരു നമ്പറിലേക്ക് അതിൻ്റെ മരണസംഖ്യ എത്തിയിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ അഹമ്മദാബാദിൽ ഉണ്ടായിട്ടുള്ളത് അടുത്ത കാലത്തെങ്ങും രാജ്യത്തുണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള വലിയൊരു വിമാന അപകടമാണ് എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്നത് തന്നെ. 242 യാത്രക്കാരുണ്ടായിരുന്ന വിമാനത്തിൽ ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം 241 പേർക്കും ജീവൻ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ രക്ഷപ്പെട്ട ഏക വ്യക്തി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രമേശ് ബിശ്വാസ് കുമാർ എന്ന വ്യക്തി മാത്രമാണ്. ഇദ്ദേഹം ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് തന്നെ കൃത്യമായി വിമാനത്തിൽ നിന്നും പുറത്തേക്ക് ചാടുകയും അങ്ങനെ രക്ഷപ്പെട്ട് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്.